കപ്പിന്റെ 41 വർഷത്തെ ചരിത്രത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ നടക്കുന്നത്. നാളെ നടക്കുന്ന പോരിൽ ഇറങ്ങുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും നേടിയ ഏകപക്ഷീയ വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാകും ഇന്ത്യ ഇറങ്ങുക. അതേസമയം ഹസ്തദാന വിവാദത്തിലും ബഹിഷ്കരണ ഭീഷണിയിലും നാണം കെട്ട പാകിസ്ഥാന് ഇത് ഒരു മറുപടി നൽകാനുള്ള അവസരമാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ 3-ലധികം ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ബഹുരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇതിനു മുൻപ് 5 ഫൈനലിലാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. ആ 5 ഫൈനലുകളിൽ 3 തവണ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞു. 3-ലധികം ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ബഹുരാഷ്ട്ര ടൂർണമെന്റിന്റെ ഫൈനലിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയത് 1984-ലാണ്. അന്ന് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയാണ് വിജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ക്യാപ്റ്റൻ ജാവേദ് മിയാൽദാദിന്റെ 48 റൺസ് ഇന്നിംഗ്സിന്റെ മികവിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് നേടി. ഇന്ത്യക്കായി കപിൽ ദേവും ലക്ഷ്മൺ ശിവരാമകൃഷ്ണനും 3 വിക്കറ്റുകളുമായി തിളങ്ങി. 63 റൺസ് എടുത്ത രവിശാസ്ത്രിയും 67 റൺസ് എടുത്ത ശ്രീകാന്തും ഇന്ത്യയെ 47.1 ഓവറിൽ ലക്ഷ്യം മറികടക്കാൻ സഹായിച്ചു. അന്ന് ഇന്ത്യ 8 വിക്കറ്റിനാണ് വിജയിച്ചത്. ശേഷം ഇന്ത്യയും പാക്കും ഏറ്റുമുട്ടുന്നത് 1986-ലെ ആസ്ട്രൽ ഏഷ്യ കപ്പ് ഫൈനലിലായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സുനിൽ ഗവാസ്കറിന്റെ 92 റൺസിന്റെ മികവിൽ 50 ഓവറിൽ 245 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ അവസാന പന്തിൽ ജാവേദ് മിയാൽദാദിന്റെ സിക്സറിന്റെ ബലത്തിൽ ലക്ഷ്യം മറികടന്നു. മിയാൽദാദ് അന്ന് 116 റൺസുമായി പുറത്താകാതെ നിന്നു. ശേഷം ഇതേ ടൂർണമെന്റിൽ 1994-ൽ ഇരുവരും വീണ്ടും ഫൈനലിൽ ഏറ്റുമുട്ടി. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ സയ്യിദ് അൻവർ, അമീർ സൊഹൈൽ, ബാസിദ് അലി എന്നിവരുടെ മികച്ച ബാറ്റിംഗിന്റെ മികവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 250 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 211 റൺസിന് പുറത്തായി. 56 റൺസ് എടുത്ത വിനോദ് കാംബ്ലിക് മാത്രമാണ് പിടിച്ചു നിൽക്കാനായത്. 39 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. 2007-ലെ ICC വേൾഡ് T20 ഫൈനലിലാണ് ഇന്ത്യ പിന്നീട് പാകിസ്ഥാനെ ഫൈനലിൽ നേരിടുന്നത്. 54 പന്തിൽ 74 റൺസ് നേടിയ ഗൗതം ഗംഭീറിന്റെ മികച്ച പ്രകടനവും അവസാന ഓവറുകളിൽ രോഹിത് ശർമ്മ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗിന്റെയും പിൻബലത്തിൽ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 152 റൺസിന് ഓൾ ഔട്ടായി. മിസ്ബാഹുല്ലക്ക് പൊരുതി നോക്കിയെങ്കിലും ശ്രീശാന്തിന്റെ കൈകളിൽ പോരാട്ടം അവസാനിച്ചു. ചാമ്പ്യൻസ് ട്രോഫി 2017 ഫൈനൽ ഇന്ത്യയും പാകിസ്ഥാനും അവസാനമായി ഏറ്റുമുട്ടിയത് ഈ ടൂർണമെന്റിലായിരുന്നു. മത്സരത്തിൽ ഫക്കർ സമാന്റെ 114 റൺസ് ഇന്നിംഗ്സിലൂടെ പാകിസ്ഥാൻ 4 വിക്കറ്റ് നഷ്ടത്തിൽ 338 റൺസ് എന്ന കൂറ്റൻ സ്കോർ നേടി. മറുപടി ബാറ്റിംഗിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശിഖർ ധവാൻ എന്നിവരെ പാകിസ്ഥാന്റെ മുഹമ്മദ് ആമിർ പുറത്താക്കി. ഇന്ത്യ 158 റൺസിന് ഓൾ ഔട്ടായി. മത്സരത്തിൽ പാകിസ്ഥാൻ 180 റൺസിന്റെ വിജയമാണ് നേടിയത്. ഏതായാലും ചരിത്രത്തിലെയും കടലാസുകളിലെയും കണക്കുകൾ പോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. അവസാനമായി കളിച്ച 15 T20 മത്സരങ്ങളിൽ 3 തവണ മാത്രമാണ് പാകിസ്ഥാന് ജയിക്കാൻ കഴിഞ്ഞത്. വ്യക്തിഗത പ്രകടനത്തിന്റെ കാര്യത്തിലും ടീം പ്രകടനത്തിന്റെ കാര്യത്തിലും ഇന്ത്യയുടെ 7 അയലത്ത് പോലും ഇന്നത്തെ പാകിസ്ഥാൻ എത്തില്ല. ഏതായാലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യ പാക് ഫൈനലിന് വേദിയൊരുങ്ങുമ്പോൾ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ കളിയും സജീവമാകുമ്പോൾ ഫലമെന്തെന്ന് കാത്തിരുന്നു കാണാം.